പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ അടിമുടി നാടകീയത. ആരോപണം പ്രത്യാരോപണവുമായി പരാതിക്കാർ രംഗത്ത്. ഹോട്ടലിലെ കയ്യാങ്കളിയുടെ പുതിയ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. SI PV രതീഷ് പ്രതിക്കൂട്ടിലാകുന്നതാണ് നാടകീയ സംഭവങ്ങളുടെ ആകെത്തുക. രണ്ട് പരാതിക്കാർ ആരാണ് കള്ളം പറയുന്നതെന്ന ചോദ്യത്തിന് മാതൃഭൂമി ന്യൂസ് ഉത്തരം തേടി. പോലീസിൽ പരാതി നൽകിയയാളും പോലീസിനെതിരെ പരാതി പറഞ്ഞയാളും നേർക്കുനേർ. പീച്ചി പോലീസ് സ്റ്റേഷനിലെ SI PV രതീഷ് ഹോട്ടൽ മാനേജറെയും വ്യവസായിയുടെ മകനെയും മർദ്ദിക്കുന്നത് വ്യക്തം. ഹോട്ടലിലെ ബിരിയാണിയുടെ ഗുണനിലവാരം ചോദ്യം ചെയ്തതിന് മർദ്ദിച്ചെന്ന പരാതിയുമായാണ് ദിനേശൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഹോട്ടലിലെ തർക്കത്തിൽ പോലീസിനെ വിളിപ്പിച്ചത് ദിനേശനെന്ന് അയാളും അല്ല ഞങ്ങളാണെന്ന് ഹോട്ടലുടമയും പറയുന്നു. ദിനേശൻ പറയുന്നത് കേട്ടാൽ തല്ലിയതിൽ ഒരു കുഴപ്പവുമില്ലെന്ന് തോന്നിപ്പോകും. ആ പാർസൽ എനിക്ക് എറിഞ്ഞു തന്ന സീന് എന്റെ മൊബൈലിൽ എപ്പോഴും ഉണ്ട്. ഈ ബിരിയാണി തിന്നിട്ട് പോയാൽ നേടെ പറഞ്ഞു എന്നോട്. അവിടുത്തെ SI പോയി പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ച് അതിൽ പോയി നോക്കിയപ്പോൾ എന്റെ വായിൽ കുത്തിത്തിരിക്കുന്നു എന്നെ തല്ലുന്നതും കണ്ടിട്ടാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പോലീസ് അന്വേഷിച്ച SIയെ സംരക്ഷിക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ടിൽ ഹോട്ടലിൽ വെച്ച് മർദ്ദനം നടന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ആരാണ് കള്ളം പറയുന്നത്? ആ ദൃശ്യങ്ങൾ സൈറ്റ് ചെയ്തുകൊണ്ട് പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. അങ്ങനെ ബിരിയാണി കുത്തിക്കയറ്റിയിട്ടില്ല, ഇവനെ മർദ്ദിച്ചിട്ടില്ല, അങ്ങനെ ഒരു മർദ്ദനം നടന്നിട്ടില്ല. പോലീസിന്റെ റിപ്പോർട്ടുണ്ട്, 15 പേജ് റിപ്പോർട്ടുണ്ട്. വാക്ക് തർക്കത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കയ്യാങ്കളിയുടെ പേരിൽ വാദിയോ പ്രതിയോ മർദ്ദിക്കാൻ SI PV രതീഷിന് എന്തധികാരം? കഥയും കള്ളക്കഥയും തുടരുന്നു. കേസ് ഒതുക്കി തീർക്കാൻ SI ഇടപെട്ടതിന്റെ ബാക്കിയാണ് ഈ ദൃശ്യങ്ങൾ. പരാതിക്കാരനെയും വ്യവസായിയുമാണ് കാണുന്നത്. സെൽഫി എടുത്ത് ദിനേശൻ മടങ്ങി. ഞാൻ സഞ്ചിയിൽ കൊണ്ടുവന്ന അവന് 4-2 കെട്ട് 50,000-ന്റെ 8 കെട്ടെടുത്ത് കൊടുക്കുന്നു. അവനോട് ഞാൻ ബാർഗെയിൻ ചെയ്യുന്നു. അവൻ 4 ലക്ഷം പോരാ 5 ലക്ഷം വേണമെന്ന് പറയുന്നു. ഈ പണമെല്ലാം എടുത്ത് കൈകൂപ്പി അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ കാറിൽ ഞാനും കൂടി പോകുന്നു. പിന്നീട് പരാതിയുമായി ഔസേപ്പെത്തി. SI പ്രതിസ്ഥാനത്തായി. കൂട്ടുപ്രതി ദിനേശനും പണം വാങ്ങിയില്ലെന്ന് അവകാശപ്പെടുന്ന ദിനേശിന്റെ വീട്ടിൽ റെയ്ഡും അറസ്റ്റും. CI വേട്ടയാടിയെന്ന ആരോപണവുമായി പരാതിക്കാരൻ എത്തി. എനിക്കൊരു ഹോട്ടലിൽ നല്ലൊരു ഷെഫിന്റെ ജോലി തരാ പറഞ്ഞോട്. ഇവര് തന്ത്രപൂർവ്വം ഇവര് വീട്ടിൽ കൊണ്ടുപോയി ഇവര് അതിൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്ത് കുറെ പൈസയൊക്കെ അവരെ കവറിലിട്ട്, അത് കഴിഞ്ഞ് പൈസ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കവർ എന്നോട് പിടിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് രണ്ടാമത്തെ വളവ് കഴിഞ്ഞതും ആ റോഡ് എത്തുന്നതും ഒരാൾ നിൽക്കണ്ടായിരുന്നു. ഈ കവർ അയാൾക്കുടെ കയ്യിൽ കൊടുത്തു. ഒരൊറ്റ ചോദ്യം, ആ കവറിലിട്ട പണം എങ്ങോട്ട് പോയി? ദിനേശ് എടുത്തോ അതോ പോലീസിന്റെ പോക്കറ്റിലായോ? ഇനി ഈ സത്യമാണ് അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.